യുവരാജ്, കൊൽക്കത്തയിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചോടെ നിവൃത്തികെട്ടാണ് മുഖ്യമന്ത്രി മമത അവിടെയും ഇവിടെയും തൊടാതെ ഒരു പ്രസ്താവന ഇറക്കിയത്. PDP നേതാവ് മെഹബൂബ മുഫ്തി ഭാരതത്തെ കുറ്റപ്പെടുത്തി ബംഗ്ലാദേശിനെ ന്യായീകരിക്കുകയാണ്. ഹിന്ദുവിരുദ്ധ കലാപത്തിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾ ഉന്നയിച്ച ആ ഒരു ആശങ്കയ്ക്ക് മറുപടി നൽകിയില്ല. അതായത് പ്രതിപക്ഷം പ്രതികരിക്കുകയൊന്നുമില്ല, പക്ഷേ പന്ത് മോദിയുടെ കോർട്ടിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ല, പന്ത് മോദിയുടെ കോർട്ടിലാണ്. പന്ത് എല്ലാ കാലഘട്ടത്തിലും മോദിയുടെ കോർട്ടിലും തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനിയിപ്പോൾ സേനാപതി വേണുവിനല്ല, കോൺഗ്രസ്സുകാർക്ക് ദീർഘകാലത്തേക്ക് ഇനി അങ്ങോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നിങ്ങളുടെ ഇടപെടൽ ഇങ്ങനെയാണെങ്കിലെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതിനകത്ത് നോക്കി വളരെ വിശദമായിട്ട് തന്നെ വരാം. ശ്രീ സേനാപതി വേണു ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് ആസ് എ പൊളിറ്റീഷ്യൻ. ബിക്കോസ് മറ്റ് പലരെയും പോലെ അല്ല അദ്ദേഹം. ഇപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ്, സംഭവങ്ങളും വർഷങ്ങളും വോട്ടിൻ്റെ കണക്കും പെർസെൻറ്റേജും വരെ ഓർത്ത് വെച്ച് പല സംസ്ഥാനങ്ങളുടെയും വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, പ്രതീക്ഷിച്ചതുപോലെ തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വരുന്നുണ്ട്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ തുടങ്ങിയപ്പോൾ. അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. നമ്മുടെ ഈ ജോർജ് സോറോസിൻ്റെ മകൻ്റെ ഒരു NGO ഉണ്ട്, എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓർക്കുന്നില്ല പെട്ടെന്ന്. ഈ ലോകത്തുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി. ലോകത്തെ ഏതൊക്കെ ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുമോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ഇങ്ങനെ പല പേരുകൾ ഇട്ടുകൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാ രാജ്യത്തും അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും കൈ കഴുകിയിട്ട് അങ്ങ് പോയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഇതേ പ്രശ്നം നടക്കുന്നുണ്ട്, മോദി വേണമെങ്കിൽ പരിഹരിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിൽ നിൽക്കുന്ന ഗവൺമെൻറ് ഇടപെടാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലുള്ള ഗവൺമെൻറ് ആണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വരുത്തി തീർത്ത് വയ്ക്കുക. ഈ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അൺട്രസ്റ്റിൻ്റെ പുറകിൽ ഇങ്ങനൊരു ഉദ്ദേശവും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ സേനാപതി വേണു രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് US പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പിട്രോഡയോട് രാഹുൽ ഗാന്ധി US സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തത് സാം പിട്രോഡയുടെ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി, അയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചു. അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വിട്ടു. സാം പിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചില്ല എന്നങ്ങ് പറയരുത്, നിഷേധിക്കരുത്, സാം പിട്രോഡയ്ക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോർട്ടിലാണ്, മോദിയാണ് അതിനോട് ചെയ്യേണ്ടത്, നമ്മളും സമ്മതിക്കാം. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറാകാത്തത്, ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത്? നിങ്ങൾ ഈ CAA കാലഘട്ടങ്ങളിൽ, ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫ് ആണെന്നായിരുന്നല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവർ സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട്? പിന്നെ അങ്ങ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത രാജ്യം എന്താണ്, നമുക്ക് എതിരാകുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ അകത്ത് പുറകിലുള്ള മുള്ളു വെച്ചിട്ടുള്ള ധ്വനി, രാഷ്ട്രീയ ധ്വനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകാത്ത ആളൊന്നുമല്ലല്ലോ നമ്മൾ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആ രാജ്യം നമുക്കെതിരായിട്ടില്ല, ആ രാജ്യം നമുക്കെതിരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുത്ത സർക്കാരിനെ മറ്റ് ചിലർ ചേർന്നിട്ട് അട്ടിമറിക്കുകയും ഒരു പാവയെ കൊണ്ട് അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വേറൊരു തലത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്.
അതിൻ്റെ ഉദാഹരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള 80% ജനതയും ഈ പറയുന്ന താലിബാന്റെ കടന്നുവരവിനെതിരായിരുന്നു. വിമാനത്തിന്റെ ചിറകിൽ വരെ കയറി ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ മിലിറ്ററൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫണ്ടമെന്റൽ ഗ്രൂപ്പിനെതിരായിട്ട് വെറും കൈയും കൊണ്ട് വെറും നിലത്ത് ചവിട്ടി നിൽക്കുന്ന ജനതയ്ക്ക് പോരടിച്ച് നിൽക്കാൻ കഴിയില്ലെന്നേ. ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തമായിട്ടുള്ള വിദേശ പിന്തുണയോടുകൂടി അവരുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പപ്പറ്റിനെ കൊണ്ട് അവിടെ വയ്ക്കുകയും തൊട്ട് അയൽ രാജ്യത്ത് കിടക്കുന്ന നമ്മുടേതായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിന് കൈയടിക്കുകയും ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ഞാൻ കുറച്ച് പറയുകയല്ല, അദ്ദേഹത്തിന് ഈ മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് മൈക്രോ ഫൈനാൻസിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഈ പറയുന്ന മൈക്രോ ഫൈനാൻസ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പറയുന്ന കുറേ പപ്പറ്റുകൾക്ക് ലോകത്ത് മുഴുവൻ ഈ പറയുന്ന നോബൽ സമ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടേതായ കുറേ ജിഹ്വകളെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും സൃഷ്ടിച്ചു വയ്ക്കുകയും പിന്നീട് ഒരു സമയം വരുന്ന സമയത്ത് അവരെ എടുത്ത് വളരെ എന്തോ മഹത്തായ ആൾക്കാരാക്കി പ്രതിഷ്ഠിച്ചതിന് ശേഷം അടിയിൽ കൂടെ ഈ പറയുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഹിന്ദു വേട്ടയും ഒക്കെ നടത്തുവാനാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. പകരം എന്താണ്, അമേരിക്കയിൽ കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയാണ് എന്താണ്, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്, ഞങ്ങൾ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ പറയുന്ന അവാമി ലീഗിനെതിരായിട്ട് നിൽക്കുന്ന വേറൊരു വിഭാഗവും പറഞ്ഞു, ഞങ്ങളിവിടെ ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതേ ടോണി സംസാരിക്കുന്ന ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അണികളും നമ്മുടെ നാട്ടിലും ഉണ്ട്. ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഭരണഘടന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ മോദി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ ഇലക്ഷൻ ഉണ്ടാകില്ല, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മുഖം അല്ലാത്തതിന് കണ്ണാടിയുടെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ഒരേ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ബ്രെയിന് ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ ജിഹ്വകളായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വളരെ വ്യക്തമായിട്ട് കയറി വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്തരം കാര്യങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങയോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരായിട്ടില്ല. ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ഉറപ്പായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട് ഷെയ്ഖ് ഹസീന തന്നെ ആയിരിക്കും വീണ്ടും ജയിച്ചിട്ട് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്കൊക്കെ ഇന്ത്യ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ആർക്കെതിരെ യുദ്ധം ചെയ്യും? ആർക്കെതിരെ യുദ്ധം ചെയ്യും? അത് ചോദ്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന വിങ്ങിനെതിരെ അല്ലെങ്കിൽ ആ ഭാഗത്തിനെതിരെ നമുക്ക് കൃത്യമായിട്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ പ്രഷറോടുകൂടി തന്നെയാണ് നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നടക്കും. ലോകത്തിൻ്റെ ശാക്തിക ചേരികൾ അത് കൃത്യമായിട്ടൊന്ന് വന്നോട്ടെ, അതിനൊരല്പം ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അത് നടക്കാതെ പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എവിടെ പോയി ഈ വിഷയത്തിൽ? അത് അങ്ങ് മറുപടി പറയേണ്ടതാണ്. പ്രതിപക്ഷം എവിടെ പോയി? പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എങ്കിൽ അദ്ദേഹം പറയണ്ടേ? പറയുന്നില്ലല്ലോ. ഇനിയെങ്കിലും അദ്ദേഹം വാ തുറക്കാൻ തയ്യാറാവുമോ?